ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയെ പറ്റി പറയുന്നത് കേട്ടോ. നമ്മളെ പറമ്പിലെല്ലാം കണ്ടുവരുന്ന ഒരു ചെടിയാണ് അല്ലേ, കുറുന്തോട്ടി. എല്ലാവർക്കും അറിയാമല്ലേ കുറുന്തോട്ടി? രണ്ട് വിധത്തിലുള്ള കുറുന്തോട്ടി ഉണ്ട് കേട്ടോ. ഒന്ന് ഇതാണ്, ഒരു ചെറിയ യെല്ലോ കളറിലുള്ള ഒരു പൂവുണ്ടാവും ഇതിൻ്റെ മുകളിൽ. ഇതിൻ്റെ വേരും എല്ലാ ഔഷധ ഗുണമാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരു ടൈപ്പാണ് ഇത്, ഒരു ഇച്ചിരി വലിപ്പമുള്ള എല്ലാം. ഇതാണ് കുറുന്തോട്ടി. കുറുന്തോട്ടിക്ക് ഭയങ്കര ഔഷധ ഗുണമുള്ള, നമ്മൾ ഇതിൻ്റെ ഇല താളിയാക്കിയിട്ട് മുടി കഴുകാനും പിന്നെ അതുപോലെ വാദസംബന്ധമായ രോഗങ്ങൾക്ക്, നീർക്കെട്ടിന്, ഗർഭിണികൾക്ക് നമുക്കറിയാമല്ലോ, ഗർഭിണികൾക്ക് സുഖപ്രസവാകാൻ ഇതിൻ്റെ പാൽ കഷായം വെച്ച് കുടിക്കുന്നത്, അതിനെപ്പറ്റി അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ മോൾക്ക് മുഖക്കുരു, ഭയങ്കര മുഖക്കുരു, അവൾക്ക് മുഖം നിറയെ മുഖക്കുരു, അത് വന്ന പാടുകളും ഒന്നും പറയണ്ട, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഈ കുറുന്തോട്ടീൻ്റെ രീതിയാണ് ഒന്ന് പറയാൻ പോകുന്നത്. ഈ കുറുന്തോട്ടി എന്താക്കും, നമുക്ക് നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ കുറുന്തോട്ടി. നിറയെ ഉണ്ട്, വയൽക്കര ആയതുകൊണ്ട് നിറയെ കുറുന്തോട്ടി ഉണ്ട്. അപ്പം ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ ഈ കുറുന്തോട്ടി പറിച്ചു വന്നിട്ട് വേരോടെ തന്നെ പിഴുതെടുക്കും. എന്നിട്ട് നമ്മൾ ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തിട്ട് അത് നന്നായി ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കഴുകി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കും. ഒരു ഗ്ലാസ് ഒരു അര ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കും. അപ്പോൾ ഈ തിളച്ച് വരുമ്പോൾ ഈ വെള്ളം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ, ആ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്താക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വെറുതെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് മുഖമൊന്ന് വെറുതെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ തുടക്കമൊന്നും വേണ്ട, കഴുകിയിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങുക. പിന്നെ രാവിലെ എണീറ്റ് മുഖം കഴുകിയാൽ മതി. അതുകൂടാതെ വേറൊരു ട്രിക്കാണ് ഈ കുറുന്തോട്ടിയും നവര അരിയും തമ്മിലുള്ള, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നവര അരി എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു അരിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ നവര അരി വാങ്ങിയാലും, ഈ നവര അരി ഒരു റെഡ് കളറുള്ള അരിയാണ്, ചെറിയ. അത് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചാൽ നമ്മൾ ഈ പല പാക്കുകളിലും അത് നമുക്ക് മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലേ. ഈ കടലമാവെല്ലാം പോലെ തന്നെയാണ് അത്. ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ്, നല്ല നിറം വെക്കാനും അങ്ങനെയുള്ളതിനെല്ലാം നല്ലതാണ് ഈ നവര അരി അല്ലേ. അപ്പോൾ ഈ നവര അരി പൊടിച്ച ആ പൊടി നമ്മളെ ഈ കുറുന്തോട്ടി വെള്ളത്തിൻ്റെ അകത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ മിക്സ് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ ഇത്. മുഖക്കുരു മാറാനും അതുപോലെ നല്ല കുരു വന്ന പാടുകളുണ്ടല്ലോ, നല്ല സ്കാർസ്. എൻ്റെ മോൾക്കെല്ലാം നിറയെ സ്കാർസാണ്. എന്താ വെച്ചാൽ അത് മുഖക്കുരു പൊട്ടിച്ച പാടുകൾ, നിറയെ മുഖക്കുരു വന്ന പാടുകൾ, അങ്ങനെയൊക്കെയുള്ള മുഖമാണ് അവളത്. അപ്പം ഞാൻ അധികം ഡെയിലി യൂസ് ചെയ്യും. 8ാം ക്ലാസ് മുതലേ അവൾ യൂസ് ചെയ്യുന്നതാണ്, 7-8ാം ക്ലാസ് മുതലേ യൂസ് ചെയ്യുന്നതാണ് ഈ നവരരിയും കുറുന്തോട്ടിയും തമ്മിലുള്ള മിക്സ്. അത് ഏറ്റവും ബെറ്ററാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നാടൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടൂല അല്ലേ. അത് ഡെയിലി യൂസ് ചെയ്ത് എന്താ പറയണ്ട, ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ കൊല്ലങ്ങൾ അങ്ങനെ. ഓൾ 8ാം ക്ലാസ് മുതൽ ഇപ്പോൾ ഓൾ ഡിഗ്രി ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. അതുവരെ യൂസ് ചെയ്തുകൊണ്ടേ നിൽക്കുന്ന ഒരു സാധനമാണ്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ.